Hello everyone. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. സോ അതിൽ കുറച്ചുകൂടി പ്രോബ്ലംസ് ഉണ്ട്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് dy/dx പ്ലസ് p of x y equal to f of x. സോ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y into if equal to integral f of x into if dx plus c, where if equal to e raised to integral p of x dx. അതായത് if എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ് അല്ലേ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുന്നത് e raised to integral p of x dx ആണ്. അതിനെ കൊണ്ട് y-നെ മൾട്ടിപ്ലൈ ചെയ്യുക, y into if equal to integral f of x into if dx, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, പ്ലസ് സി ആഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: സോൾവ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം dy/dx പ്ലസ് y ഈക്വൽ ടു x, y ഓഫ് 0 ഈക്വൽ ടു 4. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ് തന്നിട്ടുള്ളത്, അതായത് ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നത് dy/dx പ്ലസ് y ഈക്വൽ ടു x ആണ്, സ്റ്റാൻഡേർഡ് ഫോമിലാണ്. അപ്പോൾ ആദ്യം നമ്മളിതിൽ p ഓഫ് എക്സും q ഓഫ് എക്സും എന്താണെന്ന് കണ്ടുപിടിക്കണം. p ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ y-ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. സോ y-ൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ 1 ആണ്. ആൻഡ് f ഓഫ് എക്സ് എന്ന് പറയുന്നത് x ആണ്. സോ ഫസ്റ്റ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ അതെന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് 1 ആണ്, 1 ഡി എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഇൻ്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് ആണ്. സോ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റേസ് ടു എക്സ് ആണെന്ന് കിട്ടി. സോ സൊല്യൂഷൻ എഴുതാം. സൊല്യൂഷൻ ഈസ് y into integrating factor equal to integral f of x into integrating factor dx plus c. So y into integrating factor e raised to x ആണ്, is equal to integral f of x എന്ന് പറയുന്നത് x ആണ് അല്ലേ. സോ x into integrating factor e raised to x dx plus c. സോ ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. സോ ദിസ് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് റൂൾ എന്തായിരുന്നു? പ്രോഡക്റ്റ് റൂൾ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് integral of derivative of first into integral of second. അപ്പോൾ നോക്കാം, ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇൻറ്റു ഡി എക്സ് പ്ലസ് കോൺസ്റ്റൻറ്റ് സി. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് പറയുമ്പോൾ ഇ റേസ് ടു എക്സ് വരും, മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് e raised to x വരും dx plus c. So this is equal to x e raised to x minus integral of e raised to x എന്ന് പറഞ്ഞാൽ e raised to x plus c വരും. സോ നമ്മുടെ സൊല്യൂഷൻ വരുന്നത് y into e raised to x equal to x e raised to x minus e raised to x plus c എന്നാണ്. സോ നമുക്ക് e raised to x-നെ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കാം. സോ y equal to x e raised to x minus e raised to x plus c all divided by e raised to x എന്ന് വരും. എന്താ വരിക? എക്സ് ഇ റേസ് ടു എക്സിനെ ഇ റേസ് ടു എക്സിനെയും കട്ട് ചെയ്യാം, ബാക്കി അവിടെ എക്സ് ഉണ്ടാവും. മൈനസ് ഇ റേസ് ടു എക്സ് ബൈ ഇ റേസ് ടു എക്സ് വരുമ്പോൾ 1 വരും, പ്ലസ് സി ബൈ ഇ റേസ് ടു എക്സ് എന്ന് പറയുമ്പോൾ സി ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് എഴുതാം അല്ലേ. 1 ബൈ ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള സൊല്യൂഷൻ y ഈക്വൽ ടു എക്സ് മൈനസ് 1 പ്ലസ് സി ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്തായിരുന്നു ഇനീഷ്യൽ കണ്ടീഷൻ? y ഓഫ് 0 ഈക്വൽ ടു 4 ആണ്. y ഓഫ് 0 ഈക്വൽ ടു 4 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് y ഈക്വൽ ടു 4 വെൻ എക്സ് ഈക്വൽ ടു 0. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? വൈക്ക് 4 കൊടുക്കുക. സോ 4 ഈക്വൽ ടു എക്സിന് 0 കൊടുക്കുമ്പോൾ 0 മൈനസ് 1 പ്ലസ് സി ഇൻറ്റു ഇ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ 4 ഈക്വൽ ടു മൈനസ് 1 പ്ലസ് സി എന്ന് വരും. സോ സി ഈക്വൽ ടു 5 വരും. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്താ വരിക? സൊല്യൂഷൻ ഈസ് y ഈക്വൽ ടു എക്സ് മൈനസ് 1 പ്ലസ് സിക്ക് പകരം 5 കൊടുക്കുക, 5 ഇ റേസ് ടു മൈനസ് എക്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ പി ഓഫ് എക്സ് 1 ആണ്, അതേപോലെ എഫ് ഓഫ് എക്സും എക്സ് ആണ്. സോ 1ഉം എക്സും കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മുടെ ഇൻ്റർവൽ ഓഫ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഹോൾ 6 വരും അല്ലേ. അതായത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വരും. എഫും പിയും എവിടെയാണോ കണ്ടിന്യൂസ് ആവുന്നത് അവിടെയാണ് നമ്മുടെ ഫംഗ്ഷൻ സൊല്യൂഷന് ഡിഫൈൻഡ് ആയിട്ട് വരിക. സോ ഈ സൊല്യൂഷൻ്റെ ഇൻ്റർവൽ ഓഫ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സോൾവ് dy/dx ഈക്വൽ ടു 5y. dy/dx ഈക്വൽ ടു 5y എന്നാണ് തന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഒന്നുകിൽ ഇപ്പം ചെയ്ത പോലെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോമിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ മുന്നേ പഠിച്ച പോലെ സെപ്പറബിൾ ഫോമിലും ചെയ്യാം കേട്ടോ.
അപ്പോൾ നമുക്കിവിടെ നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നോക്കുന്നത്. അപ്പോൾ ആ ഫോമിൽ നോക്കാം. അപ്പോൾ ആദ്യം ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണം. സോ dy/dx ഈക്വൾ ടു 5y എങ്ങോട്ടേക്ക് എടുത്താൽ -5y ഈക്വൾ ടു 0 എന്ന് വരും. സോ ഇത് എന്താണ് dy/dx പ്ലസ് p(x)y ഈക്വൾ ടു 0 ഫോമിലാണ്, അതായത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലേ. ഓക്കെ, ഇനി ഇവിടെ p(x)ഉം f(x)ഉം ഒക്കെ എന്താ നോക്കാം. ഇവിടെ p(x) എന്ന് പറയുന്നത് y-ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് -5 ആൻഡ് f(x) എന്ന് പറയുന്നത് ഇവിടെ 0 ആണ് അല്ലേ. സോ if ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൾ ടു e(p(x) dx ആണ്. സോ ദിസ് ഇസ് ഈക്വൾ ടു e(p(x) dx എന്ന് പറയുമ്പം e(p(x) -5 ആണ്. അപ്പോൾ -5 dx വരും. സോ ദിസ് ഇസ് ഈക്വൾ ടു e(-5 dx എന്ന് പറയുമ്പം e(-5x) വരും. സോ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് e(-5x) ആണ്. അപ്പോൾ സൊല്യൂഷൻ എന്ത് വരും? സൊല്യൂഷൻ ഈസ് y ഇൻറ്റു if ഈക്വൾ ടു ഇൻ്റഗ്രൽ f(x) ഇൻറ്റു if dx പ്ലസ് c അല്ലേ. സോ y ഇൻറ്റു if e(-5x) ആണ്. e(-5x) ഈക്വൾ ടു ഇൻ്റഗ്രൽ f(x) 0 ആണ് അല്ലേ. അപ്പോൾ 0 ഇൻറ്റു if എന്ന് പറയുമ്പോൾ e(-5x) പ്ലസ് c വരും. സോ ഈ ടേം 0 ആയിപ്പോവും. സോ y ഇൻറ്റു e(-5x) ഈക്വൾ ടു c എന്ന് വരും. സോ y എന്താ വരിക? y ഈക്വൾ ടു e(-5x) അങ്ങോട്ട് എടുത്താൽ c ബൈ e(-5x) വരും. ബൈ e(-5x) എന്ന് പറയുമ്പോൾ e(5x) ആണ്. സോ y ഈക്വൾ ടു c e(5x) എന്ന് വരും. സോ ഇതാണ് ഇവിടുത്തെ സൊല്യൂഷൻ. ഓക്കെ, സോ ഇവിടെ നോക്കാം. p(x) എന്ന് പറയുന്നത് -5 ആണ്, f(x) എന്ന് പറയുന്നത് 0 ആണ്, കണ്ടിന്യൂസ് എവരിവെയർ ആണ് അല്ലേ. സോ ഇൻ്റർവെൽ ഓഫ് ഡെഫിനിഷൻ എന്ത് വരും? ഇൻ്റർവെൽ ഓഫ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് -∞ തന്നെ ആയിരിക്കും. കാരണം ഇവിടെ p(x)ഉം f(x)ഉം കണ്ടിന്യൂസ് എവരിവെയർ ആണ്. സോ -∞ ആയിരിക്കും ഇൻ്റർവെൽ ഓഫ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ്റർവെൽ ഓഫ് ഡെഫിനിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് dy/dx പ്ലസ് y ഈക്വൾ ടു e(3x). ഇതും സ്റ്റാൻഡേർഡ് ഫോമിലാണ്. അപ്പോൾ ഇവിടെ p(x) എന്ന് പറയുന്നത് y-ൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. f(x) എന്ന് പറയുന്നത് e(3x) ആണ്. സോ ആദ്യം ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണണം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൾ ടു e(integral p(x) dx ദറ്റ് ഈസ് ഈക്വൾ ടു e(integral p(x) 1 ആണ്. 1 dx വരും, ദറ്റ് ഈസ് e(x) വരും. സോ സൊല്യൂഷൻ എന്ത് വരും? സൊല്യൂഷൻ എന്താ വരിക? y ഇൻറ്റു if ഈക്വൾ ടു ഇൻ്റഗ്രൽ f(x) ഇൻറ്റു if dx പ്ലസ് c. സോ y ഇൻറ്റു if e(x) ആണ്. ദിസ് ഈസ് ഈക്വൾ ടു ഇൻ്റഗ്രൽ f(x) എന്ന് പറയുന്നത് e(3x) ആണ് അല്ലേ. അപ്പോൾ e(3x) ഇൻറ്റു if എന്ന് പറയുന്നത് e(x) ആണ്, dx പ്ലസ് c. സോ ദിസ് ഇസ് ഈക്വൾ ടു ഇൻ്റഗ്രൽ e(3x) ഇൻറ്റു e(x) എന്താ വരിക? a(m) ഇൻറ്റു a(n) എന്ന് പറയുന്നത് a(m) പ്ലസ് n ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? e(3x) പ്ലസ് x എന്ന് വരും, ദാറ്റ് ഈസ് e(4x) dx പ്ലസ് c. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ e(4x) ബൈ 4 പ്ലസ് c എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് y ഇൻറ്റു e(x) ഈക്വൾ ടു e(4x) ബൈ 4 പ്ലസ് c വരും. സോ y എന്താ വരിക? e(x) ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്താൽ e(4x) ബൈ 4 ഇൻറ്റു e(x) പ്ലസ് c ബൈ e(x) എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൾ ടു 1/4 ഇൻറ്റു x ഇവിടെയാണ് കേട്ടോ. e(4x) ബൈ e(x) എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇത് ശരിക്കും e(4x) ഇൻറ്റു e(-x) ആണ് അല്ലേ. അപ്പോൾ e(4x - x) എന്ന് പറയുമ്പോൾ e(3x) വരും. അപ്പോൾ e(3x) പ്ലസ് c ഇൻറ്റു 1/e(x)നെ e(-x) എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 1/4 e(3x) പ്ലസ് c e(-x). ഇനി ഇവിടെ p(x) എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. f(x) എന്ന് പറയുന്നത് e(3x) ആണ്. അപ്പോൾ ഹിയർ p(x)ഉം f(x)ഉം കണ്ടിന്യൂസ് എവരിവെയർ ആണ്. കണ്ടിന്യൂസ് എവരിവെയർ. സോ ഇൻ്റർവെൽ ഓഫ് ഡെഫിനിഷൻ എന്താ വരിക? ഇൻ്റർവെൽ ഓഫ് കണ്ടിന്യൂസ് എവരിവെയർ ആണെങ്കിൽ ഇൻ്റർവെൽ ഓഫ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് -∞ to ∞ ആയിരിക്കും. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് വൈ ഡാഷ് പ്ലസ് 3x² y ഈക്വൽ ടു x². അതായത് dy ബൈ വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ dy ബൈ dx പ്ലസ് 3x² y ഈക്വൽ ടു x². അപ്പോൾ ഇവിടെ പി ഓഫ് എക്സ് എന്താണ്? പി ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈൻ്റെ കോഎഫിഷ്യൻറ്റ് 3x² ആണ് വരുന്നത്. ആൻഡ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x² ആണ് അല്ലേ. എഫ് ഓഫ് എക്സ് x² ആണ്. അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാം. ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇ റേസ് ടു ഇൻറ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ആണ്. ദാറ്റ് ഈസ് ഇ റേസ് ടു ഇൻറ്റഗ്രൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x² dx വരും. ദിസ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഇൻറ്റഗ്രൽ 3x² എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു ഇൻറ്റഗ്രൽ x² എന്ന് പറയുമ്പോൾ x³ ബൈ 3 വരും. സോ 3യും 3യും കട്ട് ചെയ്തിട്ട് ബാക്കി ഇ റേസ് ടു x³ ഉണ്ടാവും. ഓക്കെ, ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഇ റേസ് ടു x³ ആണ്. സോ സൊല്യൂഷൻ ഈസ് y ഇൻറ്റു ഐ എഫ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഐ എഫ് ഡി എക്സ് പ്ലസ് സി. സോ y എന്ന് പറയുന്നത് y തന്നെ, y ഇൻറ്റു ഐ എഫ് എന്ന് പറയുന്നത് ഇ റേസ് ടു x³ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് എന്താണ്? x² ആണ്. അപ്പോൾ x² ഇൻറ്റു x³ ഡി എക്സ് പ്ലസ് x³ അല്ല ഇ റേസ് ടു x³ അല്ല, x² ഇൻറ്റു ഇ റേസ് ടു x³ ഡി എക്സ് പ്ലസ് സി വരും. സോ ഇവിടെ ഇൻറ്റഗ്രൽ x² ഇൻറ്റു ഇ റേസ് ടു x³ ഡി എക്സ് ആണ്. ഇൻറ്റഗ്രൽ x² ഇൻറ്റു ഇ റേസ് ടു x³ ഡി എക്സ് പ്ലസ് സി ആണ്. അപ്പോൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ x³ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ യു ഈക്വൽ ടു x³. അപ്പോൾ ഡി യു ബൈ ഡി എക്സ് എന്ത് വരും? 3x² എന്ന് വരും. സോ നമുക്ക് ഇവിടെ ഉള്ളത് x² ഡി എക്സ് ആണ്. അപ്പോൾ x² ഡി എക്സ് എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക? x² ഡി എക്സ് ഈക്വൾ, അതായത് ഡി എക്സിന് അങ്ങോട്ടേക്ക് എടുത്തു 3ന് അങ്ങോട്ടേക്ക് എടുക്കുക. ദിസ് ഇസ് ഈക്വൾ ടു 1/3 ഡി യു എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് y ഇൻറ്റു ഇ റേസ് ടു x³ എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൾ ടു ഇൻറ്റഗ്രൽ ഇ റേസ് ടു x³ പകരം യു കൊടുക്കാം. സോ ഇ റേസ് ടു യു ഇൻറ്റു x² ഡി എക്സിന് പകരം 1/3 യു കൊടുക്കാം. 1/3 യു ഡി യു അല്ലേ? 1/3 ഡി യു ഉള്ളൂ, 1/3 യു ഇല്ല, 1/3 ഡി യു. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ഇ റേസ് ടു യു ഡി യു എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു യു തന്നെയാണ്. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ഇ റേസ് ടു യു. യു എന്തായിരുന്നു നമ്മൾ കൊടുത്തിട്ടുള്ളത്? x³ ആണ്. അപ്പോൾ ഇ റേസ് ടു x³ പ്ലസ് സി ഉണ്ട് നമ്മുടെ കോൺസ്റ്റൻറ്റ്, പ്ലസ് സി എന്ന് വരും. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ y റേസ് ടു x³ ഈക്വൽ ടു 1/3 ഇ റേസ് ടു x³ പ്ലസ് സി എന്ന് വരും. അപ്പോൾ y എന്ത് വരും? y ഈക്വൽ ടു 1/3 ഇ റേസ് ടു x³ ബൈ ഇ റേസ് ടു x³ പ്ലസ് സി ബൈ ഇ റേസ് ടു x³ വരും. ദാറ്റ് ഈസ് 1/3 ഇൻറ്റു ഇ റേസ് ടു x³ ബൈ ഇ റേസ് ടു x³ 1 വരും, പ്ലസ് സി ബൈ ഇ റേസ് ടു x³ എന്ന് പറയുന്നതിനെ നമുക്ക് ഇ റേസ് ടു മൈനസ് x³ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x² ആണ്, എഫ് ഓഫ് എക്സ് x² ആണ്. രണ്ടും കണ്ടിന്യൂസ് എവരിവെയർ ആണ്. ഇവിടെ ഇൻറ്റർവൽ ഓഫ് ഡെഫിനിഷൻ വരിക -∞ ടു ഇൻഫിനിറ്റി തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് x² y ഡാഷ് പ്ലസ് xy ഈക്വൽ ടു 1. സോ ഇത് സ്റ്റാൻഡേർഡ് ഫോമിലല്ല, അപ്പോൾ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ മാറ്റണം. അപ്പോൾ y ഡാഷിൻ്റെ കൂടെ x² ഉണ്ട്. y ഡാഷിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണെങ്കിലാണ് സ്റ്റാൻഡേർഡ് ഫോമിലേക്കാവുക. അപ്പോൾ ഇതിനെ ത്രൂ ഔട്ട് x² കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡിവൈഡിങ് ബൈ x² നമുക്ക് എന്ത് കിട്ടും? ഇവിടെ x² ഉണ്ട്, അതായത് x² y ഡാഷ് ബൈ x² പ്ലസ് xy ബൈ x² ഈക്വൽ ടു 1/x². സ്ക്വയറും കട്ട് ചെയ്തു, y ഡാഷ് പ്ലസ് ഒരു എക്സ് കൂടെ കട്ട് ചെയ്തു, ബാക്കി ഉണ്ടാവുക y/x ഈക്വൽ ടു 1/x² എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് y ഡാഷ് പ്ലസ് 1/x ഇൻറ്റു y ഈക്വൽ ടു 1/x². അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്കായി. ഇവിടെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/x ആണ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/x² ആണ്. അപ്പോൾ നമ്മുടെ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇ റേസ് ടു ഇൻറ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഇൻറ്റഗ്രൽ പി ഓഫ് എക്സ് 1/x ആണ്, 1/x dx എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഇൻറ്റഗ്രൽ 1/x എന്ന് പറഞ്ഞാൽ log x ആണ് അല്ലേ. സോ ln x ഇ റേസ് ടു ln x വരും. ഇ റേസ് ടു ln x എന്ന് പറയുമ്പോൾ x വരും. സോ x എന്ന് പറയുന്നതാണ് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ. അടുത്തത് സൊല്യൂഷൻ എന്ത് വരും? സൊല്യൂഷൻ ഈസ് y ഇൻറ്റു ഐ എഫ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഐ എഫ് ഡി എക്സ് പ്ലസ് സി.
സോ വൈ ഇൻറ്റു ഐ എഫ് എന്ന് പറയുന്നത് എക്സ് ആണ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം കേട്ടോ. ഇവിടെയുള്ള എഫ് ഓഫ് എക്സ് ആണ് എടുക്കേണ്ടത്. സോ 1/x² ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അല്ലേ. 1/x² ആണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ 1/x² ഇൻറ്റു ഐ എഫ് എക്സ് ആണ് എക്സ് ഡി എക്സ് പ്ലസ് സി. സോ ദിസ് ഈസ് ഈക്വൽ ടു x² എക്സും കട്ട് ചെയ്തു 1/x ഉണ്ടാവും 1/x dx പ്ലസ് സി. സോ 1/integral of 1/x എന്ന് പറഞ്ഞാൽ ln x പ്ലസ് സി. സോ y ഇൻറ്റു എക്സ് ഈക്വൽ ടു log x പ്ലസ് സി എന്ന് വരും. അപ്പോൾ y നമുക്ക് എന്താ കിട്ടുക? എക്സിനെ ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 1/x ln x പ്ലസ് സി ബൈ എക്സ് എന്ന് വരും. ഓക്കെ, സോ ഇതാണ് ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. y ഈക്വൽ ടു 1/x ln x പ്ലസ് സി ബൈ എക്സ്. ഇനി ഇവിടെ എഫ് ഓഫ് എക്സും പി ഓഫ് എക്സും നോക്കാം. ഇവിടെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/x ആണ് അല്ലേ. പി ഓഫ് എക്സ് 1/x ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/x² ആണ്. ഇത് എവിടെയാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ളത്? കണ്ടിന്യൂസ് ഇൻ 0 ഇൻഫിനിറ്റിയിലാണ് അല്ലേ. 0യിൽ എക്സ് ഡിഫൈൻഡ് ആണോ? എക്സിന് 0 കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, എഫും പിയും ഡിഫൈൻഡ് അല്ല. അപ്പോൾ അത് കണ്ടിന്യൂസ് ആവുന്നത് 0നെ ഒഴിവാക്കിയിട്ടുള്ള 0 ഇൻഫിനിറ്റിയിലാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഒരു സൊല്യൂഷൻ്റെ ഇൻ്റർവൽ ഓഫ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഓപ്പൺ 0 ഇൻഫിനിറ്റി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, സോൾവ് ദി ഐ വി പി. ഐ വി പി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. നമ്മൾ ഷോർട്ടായിട്ട് ഐ വി പി എന്ന് എഴുതും. എക്സ് വൈ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് വിത്ത് വൈ ഓഫ് 1 ഈക്വൽ ടു 2. അപ്പോൾ ഇതും സ്റ്റാൻഡേർഡ് ഫോമിലല്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ എക്സ് ചെയ്യുക അല്ലേ. അതായത് വൈ ഡാഷിൻ്റെ കോഎഫിഷ്യൻറ്റിൽ 1 ആക്കണം. അപ്പോൾ ഡിവൈഡഡ് ബൈ എക്സ് ചെയ്യുമ്പോൾ ഇവിടെ ബൈ എക്സ് ചെയ്യുമ്പോൾ വൈ ഡാഷ് വരും. വൈ ഡാഷ് പ്ലസ് ഇവിടെ 1/x വൈ ഈക്വൽ ടു 1/x ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ന് വരും. അപ്പോൾ ഇവിടെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1/x ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/x ഇ റേസ് ടു എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഇൻ്റഗ്രൽ 1/x dx. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഇൻ്റഗ്രൽ 1/x എന്ന് പറഞ്ഞാൽ ln x ആണ്. ഇ റേസ് ടു ln x എന്ന് പറയുമ്പോൾ എക്സ് വരും. അപ്പോൾ സൊല്യൂഷൻ ഈസ് y ഇൻറ്റു ഐ എഫ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഐ എഫ് ഡി എക്സ് പ്ലസ് സി. ഇപ്പോൾ y ഇൻറ്റു ഐ എഫ് എന്ന് പറയുന്നത് നമുക്ക് എക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ y ഇൻറ്റു എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? 1/x ഇൻറ്റു ഇ റേസ് ടു എക്സ് ആണ്. അപ്പോൾ 1/x ഇ റേസ് ടു എക്സ് ഇൻറ്റു ഐ എഫ് എന്ന് പറയുന്നത് എക്സ് ആണ് ഡി എക്സ് പ്ലസ് സി. സോ 1/xും എക്സും കട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് പ്ലസ് സി വരും. ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ ഇ റേസ് ടു എക്സ് പ്ലസ് സി വരും. അപ്പോൾ y ഇൻറ്റു എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് സി വരും. ഓക്കെ, ഇത് നമുക്ക് തന്നിട്ടുള്ളത് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. y ഓഫ് 1 ഈക്വൽ ടു 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് സീൻ്റെ വാല്യൂ കാണണം. സോ ഗിവൺ y ഓഫ് 1 ഈക്വൽ ടു 2 ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് y ഈക്വൽ ടു 2 വെൻ x ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വൈക്ക് 2 കൊടുക്കുക, 2 ഇൻറ്റു എക്സിന് 1 കൊടുക്കുക, 1 ഈക്വൽ ടു ഇ റേസ് ടു എക്സിന് 1 കൊടുക്കുക, ഇ റേസ് ടു 1 പ്ലസ് സി. അപ്പോൾ സി എന്താ വരിക? 2 ഈക്വൽ ടു ഇ പ്ലസ് സി എന്ന് വരും. സി ഈക്വൽ ടു 2 മൈനസ് സി. ഓക്കെ, സോ നമ്മുടെ സൊല്യൂഷൻ എന്ത് വരും? y ഇൻറ്റു എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് സി എന്ന് പറയുന്നത് 2 മൈനസ് സി ആണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സൊല്യൂഷൻ കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ, സോൾവ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി പ്ലസ് ആർ ഐ ഈക്വൽ ടു ഇ ഐ ഓഫ് 0 ഈക്വൽ ടു ഐ നോട്ട്. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. ഇവിടെ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി പ്ലസ് ആർ ഐ ഈക്വൽ ടു ഇ. എല്ലും ആറും ഇയും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ വൈക്ക് പകരം തന്നിട്ടുള്ളത് ഐ ആണ് അല്ലേ. വൈക്ക് പകരം ഐ ആണ് തന്നിട്ടുള്ളത്, എക്സിന് പകരം ടി ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഇവിടെ ഇത് സ്റ്റാൻഡേർഡ് ഫോമിലല്ല. അപ്പോൾ ആദ്യം സ്റ്റാൻഡേർഡ് ഫോമിലാക്കണം. അപ്പോൾ എല്ലാം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? ഡി ഐ ബൈ ഡി ടി ഈക്വൽ ടു ഡി ഐ ബൈ ഡി ടി പ്ലസ് ആർ ബൈ എൽ ഐ ഈക്വൽ ടു ഇ ബൈ എൽ എന്ന് വരും അല്ലേ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലായി. ഇതാണ് നമ്മുടെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത്, ഇതാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ത് വരും? ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ആർ ബൈ എൽ ആണ്. ആർ ബൈ എൽ ഡി എക്സ് അല്ല, പി ഓഫ് ടി ആണ് അല്ലേ. എക്സിന് പകരം ഇവിടെ ടി ആണ്. അപ്പോൾ പി ഓഫ് ടി ആണ്.
സോ പി ഓഫ് ടി ഡി ടി. സോ ആർ ബൈ എൽ ഡി ടി വരും. ഇ റേസ് ടു ആർ ബൈ എൽ ഡി ടി എന്ന് പറഞ്ഞാൽ ആർ ബൈ എൽ കോൺസ്റ്റൻ്റ് ആണ്. സോ ഇ റേസ് ടു ആർ ബൈ എൽ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി ടി എന്ന് പറഞ്ഞാൽ ടി വരും. സോ ഇ റേസ് ടു ആർ ബൈ എൽ ഇൻറ്റു ടി വരും. ഇനി സൊല്യൂഷൻ എന്ന് പറയുന്നത് വൈ ഇൻറ്റു ഐ എഫ് ആണ്. വൈക്ക് പകരം ഇവിടെ ഐ ആണല്ലേ ഉള്ളത്. അപ്പോൾ എങ്ങനെ വരും സൊല്യൂഷൻ? ഐ ഇൻറ്റു ഐ എഫ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് ടി ആണുള്ളത്. എഫ് ഓഫ് ടി ഇൻറ്റു ഐ എഫ് ഡി എക്സിന് പകരം ടി ആണ്, ഡി ടി പ്ലസ് സി. അപ്പോൾ ഐ ഇൻറ്റു ഐ എഫ് എന്ന് പറയുന്നത് ഇ റേസ് ടു ആർ ബൈ എൽ ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് ടി. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ഇ ബൈ എൽ ആണ്. സോ ഇ ബൈ എൽ ഇൻറ്റു ഐ എഫ് ഇ റേസ് ടു ആർ ബൈ എൽ ടി ആണ്. ഐ എഫ് എന്ന് പറയുന്നത് ഡി ടി പ്ലസ് സി. സോ ഇതെന്ത് വരും? ഐ ഇൻറ്റു ഇ റേസ് ടു ആർ ബൈ എൽ ടി ഈക്വൽ ടു ഇ ബൈ എൽ കോൺസ്റ്റൻ്റ് ആണ്. സോ ഇ ബൈ എൽ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു ആർ ബൈ എൽ ടി വരും. അത് ഇ റേസ് ടു ആർ ബൈ എൽ ടി ബൈ ആർ ബൈ എൽ പ്ലസ് സി വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇ ബൈ എൽ ഇൻറ്റു ഇ റേസ് ടു ആർ ബൈ എൽ ടി. 1 ബൈ ആർ ബൈ എല്ലിനെ നമുക്ക് എന്ത് എഴുതാം? എൽ ബൈ ആർ എന്ന് എഴുതാം പ്ലസ് സി. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് പോയി ബാക്കി ഉണ്ടാവുക ഇ ബൈ ആർ ഇൻറ്റു ഇ റേസ് ടു ആർ ബൈ എൽ ടി പ്ലസ് സി. ദറ്റ് ഈസ് ഐ ഇൻറ്റു ഇ റേസ് ടു ആർ ബൈ എൽ ടി ഈക്വൽ ടു ഇത് കിട്ടും. അപ്പോൾ ഇവിടെ ഐ എന്താ കിട്ടുക? ഐ ഈക്വൽ ടു ഇ ബൈ ആർ ഇൻറ്റു ഇ റേസ് ടു ആർ ബൈ എൽ ടി ഡിവൈഡ് ചെയ്യുക അല്ലേ. ഇ റേസ് ടു ആർ ബൈ എൽ ടി ബൈ ഇ റേസ് ടു ആർ ബൈ എൽ ടി പ്ലസ് സി ബൈ ഇ റേസ് ടു ആർ ബൈ എൽ ടി വരും. ദറ്റ് ഈസ് ഐ ഈക്വൽ ടു ഇ ബൈ ആർ പ്ലസ് സി ഇൻറ്റു ഇ റേസ് ടു ആർ ബൈ എൽ ടീനെ നമുക്ക് ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ടി എന്ന് എഴുതാം. ഇനി ഇവിടെ ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. കണ്ടീഷൻ എന്താണ്? ഐ ഓഫ് 0 ഈക്വൽ ടു ഐ നോട്ട് ആണ്. ദറ്റ് ഈസ് ഗിവൺ ഐ ഓഫ് 0 ഈക്വൽ ടു ഐ നോട്ട്. ദറ്റ് ഈസ് ഐ ഓഫ് 0 ഈക്വൽ ടു ഐ നോട്ട് എന്ന് പറഞ്ഞാൽ വൈ ഓഫ് എക്സ് ഈക്വൽ ടു വൈ നോട്ട് എന്ന് തരുന്ന മാതിരിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഐ ഈക്വൽ ടു ഐ നോട്ട് ആണ് വെൻ ടി ഈക്വൽ ടു 0. അപ്പോൾ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഐ നോട്ട് ഈക്വൽ ടു ഇ ബൈ ആർ പ്ലസ് സി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടിക്ക് 0. ഇ റേസ് ടു 0 വരും. ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇ ബൈ ആർ പ്ലസ് സി വരും അല്ലേ. സി ഇ റേസ് ടു 0 ദറ്റ് ഈസ് ഇ ബൈ ആർ പ്ലസ് സി എന്ന് വരും. അപ്പോൾ സി എന്താ കിട്ടുക? സി ഈക്വൽ ടു ഐ നോട്ട് മൈനസ് ഇ ബൈ ആർ എന്ന് വരും. സോ സൊല്യൂഷൻ എന്ത് വരും? സൊല്യൂഷൻ ഈസ് ഐ ഈക്വൽ ടു ഇ ബൈ ആർ പ്ലസ് സി ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി പ്ലസ് സി. ഇവിടെ ഒരു സോറി ഇവിടെ ഒന്നും നമ്മൾ സി ഇട്ടിട്ടില്ല. പ്ലസ് സി ഉണ്ട് ഇവിടെ. സി ഓൾറെഡി ഇവിടെ ഉണ്ടല്ലേ, സോറി. സി പ്ലസ് ഇ റേസ് ടു ഇ ബൈ ആർ പ്ലസ് സി ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ടി ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ പ്ലസ് സിക്ക് പകരം എന്ത് കൊടുക്കണം? ഐ നോട്ട് മൈനസ് ഇ ബൈ ആർ കൊടുക്കണം അല്ലേ. സോ ഐ നോട്ട് മൈനസ് ഇ ബൈ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ടി എന്ന് വരും. ഓക്കെ, സോ ഇതാണ് ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ പ്രോബ്ലംസൊക്കെ നല്ലോണം ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.